Friends, welcome back to our channel Wealthy Life. Dixon ടെക്നോളജിയുടെ Q4 റിസൾട്ട് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിക്സൺ ടെക്നോളജിയുടെ Q4 റിസൾട്ടിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 60% വർദ്ധിച്ചു. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൽ 28.9% ഡിക്ലൈൻ ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ ഇൻകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 3.3% ഡിക്ലൈൻ ആയിട്ടുണ്ട്. Q4 റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി ₹1 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. Q4 റിസൾട്ടിൽ കമ്പനിയുടെ ഫ്യൂച്ചർ ഫണ്ട് റേസിങ്ങിനെ കുറിച്ചുള്ള ചില ഹിൻറ്റുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് Q4 റിസൾട്ട് അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ബ്രാൻഡ് ബിഹൈൻഡ് ദ ബ്രാൻഡ്സ് എന്നറിയപ്പെടുന്ന ഡിക്സൺ ടെക്നോളജി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ നൽകിയ കമ്പനിയാണ്. കമ്പനിയുടെ ബിസിനസ് പോർട്ട്ഫോളിയോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ബിസിനസ് പോർട്ട്ഫോളിയോയാണ് ഈ കമ്പനിക്കുള്ളത്. കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ലൈറ്റനിങ് പ്രൊഡക്ട്സ്, ഹോം അപ്ലയൻസ്, മൊബൈൽ മാനുഫാക്ചറിംഗ് തുടങ്ങിയ വിവിധ സെക്ടറുകളിലാണ് ഈ കമ്പനിയുടെ ബിസിനസ് വ്യാപിച്ചു കിടക്കുന്നത്. ഇനി കമ്പനിയുടെ കൺസോളിഡേറ്റഡ് Q4 റിസൾട്ടിൻ്റെ ഫലമായി അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് Q4 റിസൾട്ട് അനാലിസിസിൻ്റെ ഭാഗമായി കമ്പനിയുടെ ടോട്ടൽ ഇൻകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ ഇൻകം വർദ്ധിച്ചിട്ടുണ്ട്. 857 കോടിയിൽ നിന്നും കമ്പനിയുടെ ഇൻകം 2110 കോടിയായി മാറിയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 2182 കോടിയിൽ നിന്നും ഇൻകം ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. അതായത് 2182 കോടിയിൽ നിന്നും 3% ഡിക്ലൈൻ ചെയ്ത് 2110 കോടിയായി മാറിയിട്ടുണ്ട്. അതായത് കമ്പനിയുടെ ഇൻകം ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഡിക്ലൈൻ ആവുകയും ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന Q4 റിസൾട്ടിൻ്റെ കോപ്പിയിൽ എല്ലാ ഡിജിറ്റുകളും അല്ലെങ്കിൽ എല്ലാ സംഖ്യകളും ലാക്സിലാണ് നൽകിയിരിക്കുന്നത്. ഞാനിതിനെ കൺവേർട്ട് ചെയ്ത് കോടിയിലാണ് പറയുന്നത്. ഇനി എക്സ്പെൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ എക്സ്പെൻസ് വർദ്ധിച്ചിട്ടുണ്ട്. 820 കോടിയിൽ നിന്നും കമ്പനിയുടെ എക്സ്പെൻസ് 2049 കോടിയായി മാറിയിട്ടുണ്ട്. പ്രീവിയസ് ക്വാർട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ 2101 കോടിയായിരുന്നു കമ്പനിയുടെ എക്സ്പെൻസ്. അതായത് എക്സ്പെൻസ് ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ചെയ്യുകയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഡിക്ലൈൻ ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ 37 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 61 കോടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വാർട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ പ്രോഫിറ്റ് 81 കോടിയായിരുന്നു. 81 കോടിയിൽ നിന്നും ഡിക്ലൈൻ ചെയ്ത് 61 കോടിയായി മാറിയിട്ടുണ്ട്. ഇനി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാം. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇയർ ഓൺ ഇയറിൽ 27 കോടിയിൽ നിന്നും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 44.2 കോടിയായി മാറിയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 61.5 കോടിയിൽ നിന്നും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 44.2 കോടിയായി ഡിക്ലൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇനി കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ നമ്മൾ പരിശോധിക്കാം. അതായത് ₹4.83 എന്ന ലെവലിൽ നിന്നും കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ ₹7.61 എന്ന ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ₹10.63 എന്ന ലെവലിൽ നിന്നും കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ ഡിക്ലൈൻ ചെയ്ത് ₹7.61 എന്ന ലെവലിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇനി Q4 റിസൾട്ടിനോടനുബന്ധിച്ചുള്ള കമ്പനിയുടെ ചില പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ അപ്ഡേറ്റുകൾ കൂടി പരിചയപ്പെടാം. അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ Q4 റിസൾട്ട് നമ്മൾ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 146% വർദ്ധിച്ച് 2,10,971 കോടിയായി 71 ലക്ഷമായി മാറിയിട്ടുണ്ട്. അതായത് ഏകദേശം 2,109 കോടിയായി മാറിയിട്ടുണ്ട്. എബിറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എബിറ്റ ഇയർ ഓൺ ഇയറിൽ 45% വർദ്ധിച്ച് 80 കോടിയായി മാറുകയും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 65% വർദ്ധിച്ച് 61 കോടിയായി മാറുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 60% വർദ്ധിച്ച് 44 കോടി രൂപയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനി കമ്പനിയുടെ 2 ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതായത് 2020 ഫിനാൻഷ്യൽ ഇയറും 2021 ഫിനാൻഷ്യൽ ഇയറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ടു ഫിനാൻഷ്യൽ ഇയർ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 47% വർദ്ധിച്ച് 6,448 കോടിയായി മാറുകയും റവന്യൂ അല്ലെങ്കിൽ കമ്പനിയുടെ എബിറ്റ് നോക്കുകയാണെങ്കിൽ എബിറ്റ് 26% വർദ്ധിച്ച് 288 കോടി രൂപയായി മാറുകയും കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 38% വർദ്ധിച്ച് 217 കോടി രൂപയായി മാറുകയും കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 33% വർദ്ധിച്ച് 159 കോടി രൂപയായി മാറുകയും ചെയ്തിട്ടുണ്ട്. Q4 റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 4,000 രൂപയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനടുത്തുള്ള ഈ ഷെയർ ₹1 പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻഡാണ് നൽകിയിരിക്കുന്നത്. കമ്പനിയുടെ ഫേസ് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ₹2 കമ്പനിയുടെ ഫേസ് വാല്യൂ. ഇനി ഡിവിഡൻഡ് ഫൈനൽ ഡിവിഡൻഡാണ്, അതുകൊണ്ട്
ഡിവിഡൻഡിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലിന് ശേഷം, അതായത് കമ്പനിയുടെ 28 ആനുവൽ ജനറൽ മീറ്റിങ്ങിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ടാകും എന്നാണ് നോട്ടിഫിക്കേഷനിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. Q4 റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി അതിൻ്റെ ഫണ്ട് റൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില അപ്ഡേറ്റുകൾ കൂടി നൽകിയിട്ടുണ്ട്. അതായത് ഏകദേശം 500 കോടി രൂപ അല്ലെങ്കിൽ 500 കോടി രൂപയ്ക്ക് താഴെയുള്ള പൈസയാണ് കമ്പനി സമാഹരിക്കുന്നത്. അതിനുവേണ്ടി പാർഷ്യലി കൺവെർട്ടബിൾ ഡിബഞ്ചർ, നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ, ഫോറിൻ കറൻസി ബോണ്ടുകൾ എന്നിവ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്നിവയിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുള്ള ഫണ്ട് റൈസിംഗ് ആയിരിക്കും കമ്പനി നടത്തുന്നത്. ഈ ഫണ്ട് റൈസിംഗ് നടത്തുന്നത് കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയാണ്. ഇതും ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് തന്നെ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിൻ്റെ ഇന്നത്തെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഈ സ്റ്റോക്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും അതിനുശേഷം 3924 രൂപ എന്ന ലെവലിൽ ഓപ്പൺ ചെയ്ത സ്റ്റോക്കിൽ ഏകദേശം 2.5% പ്രൈസ് ഹൈക്കും കാണാൻ സാധിച്ചു. അതായത് ഈ സ്റ്റോക്ക് 4000 രൂപ എന്ന ലെവലിന് മുകളിൽ പോയെങ്കിലും 4000-ന് മുകളിൽ ക്ലോസിംഗ് നൽകാതെ 3992 രൂപ എന്ന റേഞ്ചിലാണ് ക്ലോസിംഗ് നൽകിയത്. ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്കിൽ ഏകദേശം 58% ഡെലിവറിയും നമ്മൾ കാണാൻ സാധിച്ചു. ഡിക്സൺ ടെക്നോളജിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കിടക്കാം. വീക്ക്ലി ചാർട്ട് പാറ്റേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒക്കേഷണലി അതിൻ്റെ 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതായത് സ്റ്റോക്കിൽ നടന്ന റീസെൻറ്റ് കോർപ്പറേറ്റ് ആക്ഷന് ശേഷം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ അല്പം ബിയറിഷ്നെസ് കാണാൻ സാധിച്ചു. അത് ഈ സ്റ്റോക്കിനെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായ 3500 രൂപ എന്ന ലെവലിലേക്കുള്ള സപ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ 3700 രൂപ എന്ന സപ്പോർട്ടിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്നതായിട്ടാണ് വീക്ക്ലി ചാർട്ട് അനാലിസിസിൽ നിന്നും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഡെയിലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഡിക്സൺ ടെക്നോളജിയുടെ നിയർ ടൈം സപ്പോർട്ട് സോണും അതുപോലെ തന്നെ റെസിസ്റ്റൻസും നമ്മൾക്ക് കൃത്യമായി മനസ്സിലാകും. അതായത് 4250 രൂപ, 4250 രൂപ മുതൽ 4300 രൂപ വരെയുള്ള റേഞ്ചാണ് ഡിക്സൺ ടെക്നോളജിയുടെ നിയർ ടൈം റെസിസ്റ്റൻസ് സോണായിട്ട് കാണുന്നത്. ഡിക്സൺ ടെക്നോളജിയുടെ സപ്പോർട്ട് സോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി ഈ സ്റ്റോക്കിൽ ഏകദേശം 3850 രൂപ റേഞ്ചിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തതായിരുന്നു. അതായത് 3850 രൂപ റേഞ്ചിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തതിന് ശേഷം സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിൽ ആയപ്പോൾ ഈ 3850 രൂപ സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. പിന്നീട് ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ടും അതിനുശേഷം സ്റ്റോക്ക് ഈ റേഞ്ചിൽ, അതായത് 3850 രൂപ റേഞ്ചിൽ സസ്റ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ അക്കുമുലേറ്റ് ആകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ Q4 റിസൾട്ടിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ നിയർ ടൈം ഹൈ ആയ 4250 എന്ന റേഞ്ചിലേക്ക് വരും ദിവസങ്ങളിൽ നമ്മൾക്കൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. അതല്ല സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ സപ്പോർട്ട് റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് സ്റ്റോക്കിൻ്റെ എവർഗ്രീൻ സപ്പോർട്ടായിട്ട് കാണുന്നത് 3550 രൂപ മുതൽ 3600 വരെയുള്ള റേഞ്ചാണ്. ഇതും സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് സോൺ തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്